ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനിങ്ങനെ വെറുതെ ഓഫ് ഡേ ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് അക്ക എനിക്ക് പേപ്പർ കൊണ്ട് തരുന്നത്. നമുക്ക് മീൻ മേടിക്കാൻ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ജർമ്മനിയിൽ എവിടെ നല്ല മീൻ കിട്ടും, ഫ്രഷ് ഫിഷ് കിട്ടും, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഷോപ്പിൻ്റെ പേരാണ് ലിഡോ. അപ്പോൾ ഈ ദിവസം എനിക്ക് കൈക്ക് ചെറിയൊരു പണി ഇട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാനിങ്ങനെ ബാൻഡേഡൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. വർക്കിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചാണ്, ഒന്നുമില്ല, കുറച്ച് നീര് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും അനുവും അക്കയും കൂടെയാണ് ഇത്തവണ പോകുന്നത്. ആശയില്ല, ആശി വർക്കിലാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബസ്സുണ്ട് ഞങ്ങൾക്ക് 137 എന്ന് പറഞ്ഞിട്ട്. ആ ബസ്സിൽ കയറിയിരുന്നാൽ മതി, സ്ട്രെയിറ്റ് അവിടെ പോയി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വയ്യാത്ത കൈ വെച്ച് ഞാൻ പോകുന്നത്. കൈ നല്ലപോലെ നീര് വെച്ചിട്ട് നിങ്ങൾക്ക് സൈഡിൽ കൂടെ കാണാമെന്ന് വിചാരിക്കുന്നു. എക്സാക്ട് സ്റ്റോപ്പിൻ്റെ പേര് നമുക്ക് അറിയില്ലായിരുന്നു, അക്കയ്ക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൈഡിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്, നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് ലിഡോ. റോഡ് സൈഡ് തന്നെയായിരുന്നു ഷോപ്പ്. പുറത്ത് തന്നെ ആ ബ്രൗഷറൊക്കെ വലിയ രീതിക്ക് ഒരു പോസ്റ്ററൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പർച്ചേസ് അങ്ങോട്ട് ചെയ്യാം. അപ്പം ഞാനും അക്കയും കൂടെ ഷോപ്പിംഗ് തുടങ്ങി. അനു ആണ് വീഡിയോ എടുക്കുന്നത്. ലിഡോൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെറൈറ്റി തക്കാളി കിട്ടും. ഈ ഒരു ഫുൾ കൗണ്ടർ തന്നെ തക്കാളിയായിരുന്നു. പല ടൈപ്പ്, പല വേരിയൻറ്റിലുള്ള തക്കാളികൾ, വലുത്, ചെറുത്, ഏറ്റവും കുഞ്ഞത്, സ്വീറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള പല തക്കാളി ഉണ്ട്. എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോഴേക്കും നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ പറയായിരുന്നു, നീ ഇനി വരുമ്പോൾ ആ മത്തങ്ങ പോലത്തെ തക്കാളി കൊണ്ടുവന്നേന്ന്. ആ തക്കാളി ഏകദേശം 5.5 യൂറോ ഉള്ളതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. നോർമലായിട്ട് എപ്പോഴും വാങ്ങിക്കുന്ന ഒരു തക്കാളി തന്നെ എടുത്തത്. അപ്പോൾ അനു അത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ യെല്ലോ തക്കാളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി തക്കാളിയായിരുന്നു. പക്ഷെ നമുക്ക് കറിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഷോപ്പ് ചെയ്യാൻ അകത്തേക്ക് എൻ്റർ ചെയ്തു. പുറത്തുള്ളത് പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് അകത്തും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെടുത്ത വഴുതനങ്ങയുടെ റേറ്റ് പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. സോ അകത്ത് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അക്ക അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് തണ്ണിമത്തൻ എടുത്തു. അപ്പോൾ അനു അതിന് അപ്രൂവൽ തരുന്നതാണ്. ഇതും ഓഫറിലുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്തുകൊണ്ട് വന്നപ്പോൾ അക്ക അതിൻ്റെ റേറ്റൊക്കെ നോക്കി എനിക്ക് പറഞ്ഞു തന്നു. അക്ക അത് എടുത്തിട്ടുണ്ടായിരുന്നു 2 ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട ഒരു സാധനമാണ് മല്ലിയിലയും പുതിനയും. അപ്പോൾ 1 വേണോ 2 വേണോ എന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ 2 മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അത് ഒരുപാട് ഉണ്ടാവും കേട്ടോ, ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയാണ്. സ്റ്റിൽ നമ്മൾ മേടിക്കാറുണ്ട്, കാരണം ഞങ്ങൾ എപ്പോഴും ബിരിയാണി വെക്കുന്ന ആൾക്കാർ. അക്കയാണെങ്കിലും നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ അത് വാങ്ങിച്ച് ട്രോളി കൊണ്ട് വെച്ചപ്പോഴാണ് അക്ക ഞാനെടുത്ത തണ്ണിമത്തൻ്റെ സൈസ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്ര ചെറിയ തണ്ണിമത്തൻ മേടിച്ചുകൊണ്ട് വന്നേ, വേറെ ഒന്നും കിട്ടിയില്ല നിനക്കെന്ന് വെച്ചിട്ട് അക്ക മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ആ തണ്ണിമത്തൻ 2.49 യൂറോ ആണ്. അതായത് ആ ചെറിയ പീസിന് അത്രയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന വലുതിന് അതിനേക്കാളും കുറവാണ്, 1 യൂറോ അങ്ങനെ എന്തോ ഉണ്ടായുള്ളൂ. സോ നമുക്ക് അതെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുമായിരുന്നു. അക്ക കുറച്ച് റൗണ്ട് തണ്ണിമത്തൻ നോക്കി, ഇവിടെ നോക്കി, അപ്പുറത്ത് പോയി നോക്കി, അതിൻ്റെ വെയിറ്റ് നോക്കി, എല്ലാത്തിനും ശേഷം എന്നോട് പറഞ്ഞ ആ തണ്ണിമത്തനിൽ ഒരുപാട് വൈറ്റ് ഉണ്ട്. അതായത് വൈറ്റ് പോർഷൻ കുറച്ച് കൂടുതലാണ്, ഫ്ലഷ് കുറവാണ്. സോ ഇത് എടുക്കണ്ട, നമുക്ക് വേറെ വല്ല ഷോപ്പിൽ നിന്ന് മേടിക്കാം, ഇതിപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ അത് പൈസ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തിരിച്ചു വെപ്പിച്ചു. അക്കനെ കൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപകാരമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തതിൻ്റെ പുള്ളിക്കാരെ തിരിച്ചു വെപ്പിക്കും. വേണ്ട സാധനം മാത്രമേ എടുപ്പിക്കുള്ളൂ. ഇതിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, നമ്മുടെ പൈസ പോകില്ലേ എന്നൊക്കെ പറഞ്ഞൊരു നല്ല രസമാണ് അക്കയുടെ കൂടെ ശരിക്കും ഷോപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപാട് തവണ ഷോപ്പ് ചെയ്യാൻ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങും. അടുത്തുള്ള പെന്നിയിൽ പോയിട്ട് ഓഫറൊക്കെ നോക്കി ഷോപ്പ് ചെയ്തിട്ട് വരും. ഇതൊരു സ്ഥിരം പരിപാടിയാണ് എനിക്കും അക്കയ്ക്കും. പിന്നെ നമ്മളൊരു പുതിയ ഷോപ്പിൽ പോയാൽ എന്തൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് സോസേജസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ നമ്മൾ ഇതുവരെ പല ഷോപ്പുകളിലും കാണാത്ത ടൈപ്പ് ഉണ്ടായിരുന്നു. കുറേ മൊമോസ് ടൈപ്പ് അങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് സോസേജസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കയും അനുവും ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാനൊരു സോസേജ് പേഴ്സണേ അല്ല. പക്ഷേ ഇവരൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കും കേട്ടോ. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല ഇത്. പിന്നെ നമ്മൾ എന്തിനാണോ വന്നത് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫിഷ് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു കൗണ്ടറാണിത്. ഇത് ഏജ്ഡ് സോസേജസും പോർക്കും ബീഫും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് ഏറ്റവും അറ്റത്താണ് ഫിഷ് ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കൗണ്ടർ ഫുള്ള് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഓഫർ ഉള്ളതൊക്കെ അവർ റെഡ് കാർഡിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഓഫർ ഇല്ലാത്തൊക്കെ ബ്ലാക്ക് കാർഡിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ മേടിക്കാൻ വന്നത് ഈ ഒരു അറ്റത്തിരിക്കുന്ന ഈ ഒരു ഫിഷിനായിട്ട്. അതായത് ആ ഫിഷിൻ്റെ പേര് ഡൊറാഡോ എന്നാണ്. ഈ ഫിഷ് ഫ്രഷ് വാട്ടർ ഫിഷാണ്. കണ്ടോ, അവിടെ അതിന് ഓഫർ എഴുതി വെച്ചിട്ടുണ്ട്. കിലോയ്ക്ക് 7.99 യൂറോ ആണ് ഇതിനുള്ളത്. സാധാരണ അത് അതിൻ്റെ ഡബിൾ റേറ്റോ അല്ലെങ്കിൽ 10 യൂറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അയലയാണ്. നാട്ടിലെ അയല പോലെ അല്ല, കുറച്ചുകൂടെ നീളമുള്ള, വണ്ണം കുറവുള്ള അങ്ങനത്തെ ഒരു അയലയാണ്. പിന്നെ എനിക്ക് പേര് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടായിരുന്നു. സാൽമൺ ഉണ്ടായിരുന്നു കേട്ടോ. സാൽമൺ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മീൻ ഷോപ്പിംഗ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അക്ക ഫസ്റ്റ് തന്നെ ഒരു 8 ഫിഷ് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. 8 ഫിഷ് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം ഒരു 4 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ.
ആളിത് ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കണ്ടല്ലോ, പിന്നെ ഈ ഓഫർ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. സോ നമ്മുടെ വീട്ടിൽ ഫ്രീസർ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഒക്കെ ഒരു 8 ഫിഷ് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിഷ് മാത്രം മേടിക്കണമെങ്കിൽ ഏകദേശം 40 യൂറോ വരുന്ന കേട്ടപ്പോൾ എൻ്റെ ഒരു അന്തംവിടലാണ് നിങ്ങളെ കണ്ടത്. അത് ഒക്കെയാണ് അത് മേടിച്ചത്, നമ്മളല്ല. നമ്മൾ മേടിച്ചത് 3 മീനായിരുന്നു, അതിന് 11.91 യൂറോ ആണ് ആയത്. അതിനുശേഷം നമ്മൾ ഒരു മീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 18 യൂറോ ആയിട്ടുണ്ടായിരുന്നു മീന് മാത്രം. പിന്നെ ഇതൊക്കെ സാൽമൺ എടുക്കുവാണ്, അത് പിള്ളേർക്ക് സുഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാൽമൺ എടുക്കുകയാണ്. അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. സോ അത് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഫിഷ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ മേടിക്കാൻ വന്നേക്കാണ്. ചിക്കൻ 1 കിലോന് 2 യൂറോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ലെഗും തൈസും കൂടെയുള്ള പീസാണ് കിട്ടുന്നത് 2 യൂറോയ്ക്ക്. നല്ല വർത്തായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ 2 പേരും 5-5 കിലോ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. പിന്നെ എനിക്ക് പെസ്റ്റോ പേസ്റ്റ് വേണമായിരുന്നു പാസ്ത ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കിട്ടിയില്ല. നമ്മൾ കുറേ സെർച്ച് ചെയ്തു, പക്ഷേ കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഒരു സാധാ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി ബിയറിൻ്റെ തന്നെ ഒരു വലിയ കൗണ്ടർ ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ഷോപ്പാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ പകുതി ഞങ്ങളുടെ ഐറ്റംസ്, പകുതി അക്കയുടെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബില്ലിന് എന്തോ ഒരു വേരിയേഷൻ വന്നിട്ട് അക്ക അത് ഒന്നുകൂടെ നോക്കാനായിട്ട് പോയേക്കാണ്. ആ സമയത്ത് ഞാനും അനുവും കൂടെ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ വരുമ്പോൾ ഏറ്റവും അധികം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ബില്ലിങ്ങിലുള്ള ആൾക്കാർ വളരെ സ്പീഡിൽ നമ്മുടെ പ്രൊഡക്ട്സ് സ്കാൻ ചെയ്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് അതേ സ്പീഡിലെടുത്ത് നമ്മുടെ ട്രോളിയിലേക്ക് വെക്കണം. ഇത് നമുക്ക് ഇവിടെ വേണ്ട ഒരു കഴിവാണ്. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. ഇനിയിപ്പോൾ നമ്മളങ്ങനെ സ്ലോ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചീത്ത പറയാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കാൻ ചെയ്യുന്നതനുസരിച്ച് ഞാൻ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് ട്രോളിയിലേക്ക് ആക്കി. എൻ്റെ സ്പീഡ് കൂടുതൽ കണ്ടില്ലേ. അപ്പോഴേക്കും അക്കയുടെ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്തിയിട്ടൊക്കെ വന്നു. കാരണം സാൽമൻ്റെ റേറ്റ് ഒരു പഴയ റേറ്റ് ആയിട്ട് അടിച്ച് തന്നു എന്നാണ് അക്ക പറയണേ. അത് പോയിട്ട് കറക്റ്റ് റേറ്റ് ആക്കി തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അക്കയുടെ സാധനങ്ങളെടുത്ത് സ്കാൻ ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്ത് എടുത്ത് കാർട്ടണിലേക്ക് വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, എൻ്റെ ബില്ല് കയ്യിൽ കിട്ടി. ഞാൻ സത്യത്തിലൊന്ന് ഞെട്ടി. 48 യൂറോ അങ്ങനെ എന്താണ്ടാണ് എനിക്ക് ബില്ലായിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു മാസത്തെ ഷോപ്പിംഗ് തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, അക്കയും ബില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കവറിലേക്ക് പാക്ക് ചെയ്ത് വെക്കുക. സോ നമ്മൾ ഈ കവറും വീട്ടിൽ നിന്ന് എപ്പോഴും എടുത്തുകൊണ്ട് വരാറുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഓരോ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കവർ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നമ്മൾ വേറെ പൈസ കൊടുക്കണമല്ലോ. സോ നമ്മൾ കവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ബാഗിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വെയിറ്റ് പിടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അനുവും അക്കയും കൂടെയാണ് നമ്മുടെ വെയിറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ 2 പേരും സ്ട്രോബെറി കാണുന്നത്. പിന്നെ സ്ട്രോബെറി കഴിക്കലിൻ്റെ ഒരു മേളമായിരുന്നു അവിടെ, ടെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമല്ലോ, അതാണ് ഇവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ സ്ട്രോബെറി അവർ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മധുരമുള്ളതും മധുരമില്ലാത്തതും പുളിയുള്ളതും. എന്നോടും കഴിക്കുന്നു പറയണം. ഞാൻ നാണം കിടത്താണ്ട് 2 പേരും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് 2 പേരെയും തിരിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് വരുവാണ്. അക്കയുടെ പാക്കിങ് കുറച്ചുകൂടെ കഴിയാൻ ബാക്കിയുണ്ടാണ്. അപ്പോൾ ബാഗിനകത്തുള്ള മല്ലിയില പുതിനയൊക്കെ എടുത്ത് കവറിൽ വെക്കണം. അതിന് ഇവിടെ അപ്പോൾ സ്ട്രോബെറി നിന്ന് എൻജോയ് ചെയ്യുവാണ്. സ്ട്രോബെറി വെച്ച് കുട്ടി ലിപ്സ്റ്റിക്ക് ഇടുന്നു, കഴിച്ച് കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഇടുന്നു പറഞ്ഞിട്ട് അവളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാശ് കൊടുത്ത് മേടിച്ച ഈ ടേസ്റ്റ് കിട്ടില്ലെന്നാണ് അനു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്നും ഞാൻ ഓൺ വോയിസ് ഇടുന്നില്ല. അങ്ങനെ ലിഡോയിൽ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ്. ഇനി മേ ബി നമ്മൾ നെക്സ്റ്റ് മന്ത് ഷോപ്പ് ചെയ്യാൻ വരുമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി വേറെ സ്ഥലത്തും ലിഡോ ഉണ്ട്, നമ്മൾ പോയത് ഇവിടെയാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അതുള്ള ഗായ്സ് ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.